പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ADGPയെ അതുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കുന്ന വിഷയത്തിൽ സർക്കാരിലും CPM-ലും ആശയക്കുഴപ്പമുണ്ട്. നടപടി ഉടനുണ്ടാകുമെന്ന സൂചനകൾ പുറത്തുണ്ടായെങ്കിലും എപ്പോൾ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മറ്റൊരു പ്രധാന വാർത്ത തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നമാണ്. 4 ദിവസമായി വെള്ളമില്ല, ജനം നെട്ടോട്ടമോടുന്നു, ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകളിലേക്ക്. കുടിവെള്ളമില്ലാതെ വലഞ്ഞ തലസ്ഥാനം. 4ാം നാളും തിരുവനന്തപുരത്ത് ദാഹജലത്തിനായി നെട്ടോട്ടം. വെള്ളമെടുക്കാനായിട്ട് രാവിലെ ഒരു 6 കിലോമീറ്ററോളം പോയിട്ടാണ് വെള്ളം എടുത്തിട്ട് വന്നത്. എവിടുന്നാണ് പാപ്പനംകോട് ഭാഗത്തുനിന്ന് ഒരു ബോർവെല്ലിന്റെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി അത്യാവശ്യം വെള്ളം എടുത്ത് വണ്ടിയിൽ കൊണ്ടുവന്നാണ് രാവിലത്തെ ആവശ്യത്തിന് വീട്ടിലത്തേക്ക് ഉപയോഗിച്ചത്. പകരം ഞങ്ങൾ വേറെ അടുത്ത വീട്ടിലെ കിണറൊന്നും ഒക്കെ എടുത്ത് വെള്ളം കിട്ടുന്നിടത്തുനിന്നൊക്കെ പോയി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. വൈകിട്ടോടെ പ്രശ്നപരിഹാരമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കിള്ളിപ്പാലത്ത് പൈപ്പ് ലൈൻ പൊട്ടിയത് പ്രതിസന്ധിക്ക് കാരണമെന്ന് മേയർ. ആരെ കാണാൻ പോകുന്നത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ CPM-നുമായി അതിനെ കൂട്ടിക്കാട്ടണ്ട. CPM-ന് എന്താ നിലപാട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ADGP RSS കൂടിക്കാഴ്ചയിൽ CPM-നെ കൂട്ടിക്കെട്ടേണ്ടെന്ന് MV ഗോവിന്ദൻ. സർക്കാർ കാര്യത്തിൽ പാർട്ടി ഇടപെടേണ്ടതില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. കൂടിക്കാഴ്ച RSS CPM ഡീൽ ഉറപ്പിച്ച ശേഷമെന്ന് VD സതീശൻ. MR അജിത് കുമാറിനെതിരായ സർക്കാർ നടപടിയിൽ അവ്യക്തത. മോഡലിംഗിൽ ലൈംഗിക ചൂഷണങ്ങൾ ശക്തമെന്ന് രഞ്ജിനി ഹരിദാസ്. ചെറിയ പെൺകുട്ടികൾ അടക്കം ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്നു. ഉദ്ഘാടന ചടങ്ങുകളുടെ മറവിലും ലൈംഗിക ചൂഷണം. തനിക്ക് നഗ്ന ഫോട്ടോ അയച്ച പ്രമുഖ നടനുണ്ടെന്നും രഞ്ജിനി ന്യൂസ് 18നോട്. AK ശശീന്ദ്രനെതിരെ തുറന്നടിച്ച് തോമസ് കെ തോമസ്. മന്ത്രിസ്ഥാനം തനിക്ക് നൽകണമെന്നത് പാർട്ടി തീരുമാനം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. AK ശശീന്ദ്രനല്ല പാർട്ടിയെന്നും തോമസ് കെ തോമസ്. തർക്കം മുന്നണിയിലെത്തിയിട്ടില്ലെന്ന് LDF കൺവീനർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം. കുഞ്ഞിന്റെ ശരീരം ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അന്വേഷണം ആരംഭിച്ച് റെയിൽവേ പോലീസ്. ഗുരുവായൂർ അമ്പലനടയിൽ റെക്കോർഡ് കല്യാണം. ഇന്ന് നടന്നത് 356 വിവാഹങ്ങൾ. വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി ദേവസ്വം ബോർഡ്. നടൻ വിജയുടെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. തമിഴക വെട്രിക്കഴകം ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താരം. എല്ലാവരും സമന്മാർ എന്ന തത്വത്തിൽ മുന്നോട്ടു പോകുമെന്നും ഇളയ ദളപതി. പാർട്ടിയുടെ ആദ്യ സമ്മേളനം ഉടൻ പ്രഖ്യാപിക്കും. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം അരീന സബലങ്കയ്ക്ക്. ജസീക പെഗുലയെ കീഴടക്കിയത് നേരിട്ടുള്ള സെറ്റുകളിൽ. സബലേങ്ക സ്വന്തമാക്കിയത് 3ാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടം. വിശദമായ വാർത്തകളിലേക്ക്. തലസ്ഥാനവാസികളുടെ കുടിവെള്ളം മുട്ടിച്ച് ജല അതോറിറ്റി. തുടർച്ചയായ 4ാം ദിവസവും നഗരത്തിലെ 45 വാർഡുകളിൽ ശുദ്ധജല വിതരണം മുടങ്ങി. പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണി വൈകുന്നതാണ് പ്രതിസന്ധി കാരണം. വൈകിട്ടോടെ ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. ഇവിടെ എത്തുമ്പോൾ തന്നെ കാണുന്നത് പൈപ്പുകൾ ബന്ധിപ്പിച്ചിട്ടില്ല. ഈ പണി ഇന്ന് തീരുമോ? തീർച്ചയായിട്ടും പൈപ്പ് ബന്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതല്ല. ഇന്നലെ പറഞ്ഞതനുസരിച്ച് തന്നെ ഇന്നലെ രാത്രി കൊണ്ട് ഇത് ചാർജ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി 11 മണി തൊട്ട് 2:30-3 മണി വരെ ഈ സൈറ്റിലുണ്ടായിരുന്നു. ഞാൻ രാവിലെ തിരിച്ചു വന്നതാണ്. ഇന്നലെ ശിവൻകുട്ടി മന്ത്രി തന്നെ നേരിട്ടൊരു മീറ്റിംഗ് എടുത്തിരുന്നു. അവിടെ തന്നെ ചീഫ് സെക്രട്ടറി ഒരു മീറ്റിംഗ് എടുത്തു. ആന്റണി രാജുവും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ നമുക്ക് വന്നത് നിങ്ങൾ കണ്ട ആ വാൽവ് ബ്ലോക്ക് ചെയ്ത് പമ്പിങ് നടത്തി ചാർജ് ചെയ്യാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങളിലേക്ക് വെള്ളം കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ ചോർച്ച ഉണ്ടായി, ചെറിയൊരു ലീക്കുണ്ടായി.
ആ ലീക്ക് വൈഡൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടാണ് അത് പിന്നെ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ള ഒരു ടെക്നിക്കൽ മെഷർമെന്റ് വന്നപ്പോൾ അത് പിന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമുക്ക് അവിടെ നിന്നുള്ള പമ്പിങ് നമുക്ക് കുറെ ഇത് മുകളിലേക്കുള്ള ഭാഗത്തേക്ക് വരെ നമുക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ ബെൻഡ് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ബെൻഡിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഇന്നലെ ഇവിടെ ഞാൻ ഉള്ളപ്പോൾ തന്നെ ഇട്ടൊരു പീസാണ്. ഇനി അവിടെ നിന്ന് ഒരു പീസും കൂടി ഇങ്ങോട്ട് കോൺക്രീറ്റ് ക്ലിയർ ചെയ്യാനായിട്ടുള്ളൂ. ആ പീസ് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് തീരും. പക്ഷേ ഇതൊരു വലിയ ജംഗ്ഷനാണ്. ഇവിടുന്ന് അരുവിക്കരയിൽ നിന്ന് വരുന്ന ഫോഴ്സ് വെള്ളം ഇവിടെ വന്ന് ഇങ്ങനെ ശക്തമായിട്ട് ഇടിക്കുമെന്നുള്ളതുകൊണ്ട് ഈ ബെൻഡ് കോൺക്രീറ്റ് ബ്ലോക്ക് ആക്കേണ്ടതായിട്ടുണ്ട്. റെഡിമിക്സ് കോൺക്രീറ്റ് ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ പൈപ്പ് ഇപ്പോൾ അവിടെ ടാപ്പ് ചെയ്യുന്ന പൈപ്പിന്റെ ഷേപ്പ് ചെയ്ത് ഇതിലേക്ക് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെൻഡ് കോൺക്രീറ്റ് ബ്ലോക്കിനകത്താക്കും. ഇത് കഴിഞ്ഞാൽ പമ്പിങ് നമുക്ക് ആരംഭിക്കാം. ഒരേ സമയം തന്നെ വാൽവിന്റെ പണി ഇപ്പം തീരുന്ന വട്ടത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വാൽവിന്റെ പണി അവിടെയും ഈ പണിയും ഒരേ ഘട്ടത്തിൽ തന്നെ പൂർത്തീകരിച്ച് പമ്പിങ് നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും. എങ്കിലും സ്വാഭാവികമായിട്ട് ഒരു 2 മണി സമയത്തോളം എടുത്തേക്കാം. ഇതൊരു ചെറിയ വർക്കല്ലല്ലോ. ഉദ്ദേശിച്ചതിനേക്കാൾ നമുക്ക് താമസം വന്നത് ആ വാൽവിന് തകരാറ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ള പമ്പിങ് നടത്താനും കഴിഞ്ഞതിന് ഈ പണി കുറെ കൂടെ സുഗമമാക്കാനും കഴിഞ്ഞതിന്. അപ്പോൾ അവിടെ തകരാറ് സംഭവിച്ചതോടുകൂടി അതിനകത്ത് കിടക്കുന്ന വെള്ളം അഴിച്ചു വിടാതെ നമുക്ക് ഇവിടുത്തെ പണി നടത്താൻ കഴിയാതെ പോകുന്നു. കാര്യം അതിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ഈ പണി നമുക്ക് നടത്താൻ ഇങ്ങോട്ടാണല്ലോ വെള്ളം വരേണ്ടത്. അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചെറിയ തടസ്സം നേരിട്ടത്. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വലിയ ജാഗ്രതയോടുകൂടി ഇതൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ പോലും ടെക്നിക്കലായിട്ട് വന്ന ചില ബുദ്ധിമുട്ടുകൾ ജനങ്ങളോട് തന്നെ സത്യത്തിൽ വലിയ വിഷമം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞാൻ എന്നെ പലരും വിളിച്ചു. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനോട് സഹകരിച്ചെങ്കിൽ പോലും ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി ജാഗ്രത പുലർത്താനായിട്ട് ശ്രദ്ധിക്കും. ഇതൊക്കെ കുറേയേറെ പഴകിയ പൈപ്പുകളും അതോടൊപ്പം തന്നെ ഇതിപ്പോൾ ഈ റെയിൽവേ ഡബിളിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മാറ്റിയിടേണ്ട ഒരു സ്ഥിതി വന്നത്. അപ്പോൾ വർക്ക് അങ്ങനെ റെയിൽവേക്കും അത് ആവശ്യമാണ്. ഡബിളിംഗ് നടക്കണമെങ്കിൽ ഈ പൈപ്പ് മാറ്റി കൊടുത്തേ നമുക്ക് സാധ്യമാകുള്ളൂ. അതുകൊണ്ട് ആരംഭിച്ചൊരു പണിയാണ്. ഇന്നും കൂടി ആകുമ്പം 4-ാം ദിവസത്തേക്ക് കടന്നിട്ടുണ്ട്. ഏതായാലും ഇന്ന് നമുക്ക് നല്ല ശതമാനം പൂർണ്ണമായിട്ടും വെള്ളം എത്തിക്കാൻ കഴിയും. ഈവനിങ്ങോടുകൂടി അരുവിക്കരയിൽ നിന്ന് ഏതാണ്ട് ഒരു 4 മണിക്ക് മുമ്പായിട്ട് പമ്പിംഗ് ആരംഭിക്കും. പമ്പിംഗ് ആരംഭിച്ചാലും നമുക്ക് ഇവിടം വരെ ഈ ലൈനിൽ ഈ പറയപ്പെടുന്ന സ്ഥലം ഐരാണിമുട്ടം ടാങ്കിലേക്ക് എത്തണമെങ്കിൽ തന്നെ 1 മണിക്കൂറോളം സമയമെടുക്കും. ഈ വാട്ടർ ഇവിടുന്ന് 25 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വരെ ചെല്ലുമ്പോഴാണ് പിന്നെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും ശരിയാവുള്ളൂ. പക്ഷെ അതുവരെ നിൽക്കേണ്ട കാര്യമില്ല. ഐരാണിമുട്ടം ടാങ്കിലേക്ക് പോണ വഴിക്കുള്ള പ്രദേശത്തുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ലൈനിലേക്കും അതിന് മുമ്പേ വെള്ളം പ്രവേശിച്ചു തുടങ്ങും. എന്നാൽ ഇന്ന് ഈവനിങ്ങിന് മുമ്പ് നമുക്ക് തിരുവനന്തപുരത്ത് മുമ്പത്തേക്കാളും ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് സാധിക്കുന്ന സ്ഥിതി ഉണ്ട്. ഉണ്ടായ നമുക്ക് ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ശക്തി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിലൊരു പ്രശ്നം ഇന്നിപ്പോ മണക്കാട് ഒരു ആരോഗ്യ പ്രശ്നമുള്ള ഒരാള് ആ ആള് വെള്ളം വേറൊരിടത്തു നിന്ന് എടുക്കാൻ പോയി അതിന്റെ ഭാഗമായി വീട്ടിലെത്തുന്ന മുമ്പ് കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അതിന് വിവരം കിട്ടുന്നില്ല. എന്തായാലും ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, നമ്മുടെ ഈ 2 ദിവസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ മുൻപ് തന്നെ 2 മാസം മുൻപ് റെയിൽവേ ആവശ്യപ്പെട്ട കാര്യമാണ്. നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം പോയി കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. ശരി, എന്തുകൊണ്ട് നമുക്ക് വെക്കേഷൻ കാലത്ത് ഇത് പൂർത്തിയാക്കാൻ അതിന്റെ ഒരു റിവ്യൂവിന്റെ എന്ന സമയം അല്ലല്ലോ ഇപ്പൊ ഇത് പുനഃസ്ഥാപിക്കുക എന്നുള്ള കാര്യമാണ്. മേയർ ആര്യ രാജേന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നു. എപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത്? ഇന്നലെ നമ്മൾ ഈ പമ്പിംഗ് ഇവിടെ ആരംഭിച്ചതാണ്. ഇവിടെ നേരത്തെ വാട്ടർ അതോറിറ്റി സൂചിപ്പിച്ചതുപോലെ. പക്ഷേ നമുക്കറിയാം ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്തെ വാൽവിൽ ഒരു ലീക്ക് വന്നതിനെ കൊണ്ടാണ് ഇപ്പോൾ കുറച്ചുകൂടി പണി ഇവിടെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി 2 മണിയോടുകൂടി പമ്പിംഗ് ആരംഭിക്കുകയും വൈകുന്നേരത്തോടുകൂടി മുഴുവൻ സ്ഥലത്തേക്കും വെള്ളം എത്തിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇവർക്ക് ഇത് യഥാസമയം തീർക്കുന്നതിലും? അല്ല, വീഴ്ചയല്ല. നമുക്കറിയാലോ ഇത് വലിയ ഒരു ലൈനാണല്ലോ. നഗരത്തിൽ ഏറ്റവും വലിയ തരത്തിൽ വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ലൈനാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഈ റെയിൽവേയുടെ ഈ ലൈൻ ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കിന്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ നമുക്ക് കണക്ഷൻ മാറ്റി കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയ പൈപ്പ് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാങ്കേതിക തടസ്സം സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിൽ വീഴ്ച എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പ്രവൃത്തി നീണ്ടുപോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 48 മണിക്കൂർ എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി പ്രതീക്ഷിച്ചിരുന്നത്. ആദ്യം അങ്ങനെയായിരുന്നു കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അറിയിപ്പ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് പൊതുജനങ്ങൾക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ആ പൊതുജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വെള്ളം ശേഖരിച്ച് വെക്കാൻ കഴിയണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് എല്ലായിടത്തേക്കും എത്തിയില്ല. അറിയിപ്പ് സ്വാഭാവികമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ എല്ലായിടത്തേക്കും എത്തിയില്ല. അത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ 48 മണിക്കൂറിനുള്ളിൽ ഇത് പൂർത്തിയായില്ല എന്നുള്ള വിഷയവുമുണ്ട്. അത് തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഇതൊരു സാങ്കേതിക തടസ്സം. ഇന്ന് തന്നെ ഇത് പരിഹരിക്കാൻ കഴിയും. ഇന്നലെ 3 മണിയോടുകൂടി വെളുപ്പിന് 3 മണിയോടുകൂടി ഇന്ന് വെളുപ്പിന് 3 മണിയോടുകൂടി പമ്പിംഗ് ആരംഭിക്കുകയും ഇവിടുന്ന് ഏതാണ്ട് PTP വരെയുള്ള പമ്പിംഗ് കൃത്യമായി നടക്കുന്ന ഒരു സാഹചര്യം വന്നു. ഭാഗികമായി നടക്കുന്ന സാഹചര്യം വന്നു. അപ്പോഴാണ് ഈ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു ലീക്ക് വന്നത്. അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഇന്ന് ഇപ്പോൾ 2 മണി ആവാൻ ഏതാണ്ട് 50 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. 2 മണിയോടുകൂടി കാര്യങ്ങൾ പഴയപടി ആകുമെന്നുള്ള ഉറപ്പ് മേയർ അടക്കം നൽകുന്നുണ്ട്. പക്ഷേ അത് സംഭവിക്കുമോ? അതിനുള്ള സാധ്യതയുണ്ടോ തൽക്കാലം?
നിലവിലെ സാഹചര്യത്തിൽ 4 മണിയോടെ മാത്രമേ ഈ പണികൾ പൂർത്തിയാക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇനിയും ഈ പ്രധാനമായി നിർമ്മാണം നടക്കുന്ന അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ആ വലിയ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ മുറിച്ച് മാറ്റേണ്ട ഭാഗം അത് അവിടെ നിന്ന് അങ്ങനെ നീക്കിയതിന് ശേഷം വേണം അതിന് താഴെ കൂടെ മറുവശവുമായി കണക്ട് ചെയ്യുന്ന പെൻസ്റ്റോക്കിന് ഇവിടേക്ക് അതിനെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ളത്. ഒരുപക്ഷെ ഈ 2 പെൻസ്റ്റോക്കിന്റെ അറ്റങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ് ഇനി ഇവിടെ പൂർത്തിയാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അത് വൈകാതെ തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. അതിന്റെ അവസാനഘട്ട അറ്റകുറ്റപ്പണികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തുടർച്ചയായിട്ടാണ് ഈ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതെങ്കിലും 48 മണിക്കൂർ കൊണ്ട് അവസാനിക്കും എന്ന് പറഞ്ഞിരുന്ന, അങ്ങനെ കരുതപ്പെട്ടിരുന്ന ഒരു ദൗത്യം തുടർച്ചയായി 4ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായി വളരെ അപ്രതീക്ഷിതമായ ദുരിതങ്ങൾ തലസ്ഥാനവാസികൾക്ക് അതിന്റെ പശ്ചാത്തലത്തിൽ നേരിടേണ്ടി വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ, മറ്റ് വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ, അവരൊക്കെ ഇവിടെ തന്നെ ഈ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി ഈ നിൽക്കുന്ന ഭാഗത്ത്, അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പെൻസ്റ്റോക്കുകൾ തമ്മിൽ ബെൻഡ് ചെയ്ത് അതിനുള്ളിലേക്ക് കയറ്റി വേണം അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ. അതേതാണ്ട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മേയർ ആര്യ രാജേന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ, അവരൊക്കെ എന്നോടൊപ്പം ചേരുന്നു. ഇത് പൂർത്തിയാകാറായോ? എന്താണ് നിലവിലത്തെ സ്ഥിതി? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കണക്ഷൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഇതിന്റെ ജോയിന്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു വാൽവ് കൂടി ഫിറ്റ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ പെൻഡിംഗ് ആയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് കൂടി മിക്സ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പമ്പിംഗ് ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. എത്ര അധികം സമയം കൂടെ വേണ്ടി വരുമായിരിക്കും? ഏകദേശം ഒരു 2 മണിക്കൂർ എന്തായാലും കുറഞ്ഞത്. 4 മണിയാകും. അതെ, 4 മണിക്ക് മുമ്പേ പമ്പിംഗ് ആരംഭിക്കാനുള്ള ഇടപെടലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് വൈകിട്ടത്തോടെ, നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ടത്തോടു കൂടി നമുക്ക് എല്ലായിടത്തും വെള്ളം എത്തിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലാണ് ഈ അറ്റകുറ്റപ്പണികൾ അതിന്റെ അവസാന ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മേയർ സൂചിപ്പിച്ച പോലെ ഇനി ഏതാണ്ട് 2 മണിക്കൂർ കൂടി ആവശ്യമായി വരും. ആ ബെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് ആ പൈപ്പിന്റെ, പെൻസ്റ്റോക്ക് പൈപ്പിന്റെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഭാഗം അകത്തേക്ക് കയറ്റി അവിടെ കോൺക്രീറ്റ് ചെയ്ത് അത് ജോയിന്റ് ചെയ്ത്, അതായത് ആ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ആ ഭാഗങ്ങളെല്ലാം ജോയിന്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ. അത് 2 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി 4 മണിയോടെ ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന നടപടികൾ ആരംഭിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഈ 45 വാർഡുകളിലേക്ക് ഇന്ന് വൈകിട്ടോടെ തന്നെ കുടിവെള്ളം 4 ദിവസത്തിന് ശേഷം എത്തും. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് തകൃതിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കങ്ങ് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല, മുന്നറിയിപ്പ് നൽകിയില്ല എന്ന്. പക്ഷേ ഒരു പോരായ്മ സംഭവിച്ചു. അത് കുടിവെള്ളം സംഭരിച്ചു വെക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം 500 ലിറ്ററിന്റെ മറ്റും ടാങ്കാണ് പല വീടുകളിലും ഉള്ളത്. അവിടെ എത്ര അധിക സമയത്തേക്കുള്ള കുടിവെള്ളം സംഭരിച്ചു വെക്കാൻ കഴിയുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കാരണം 48 മണിക്കൂറിലേക്ക് ഈ പ്രതിസന്ധി നീണ്ടു നിൽക്കുകയുള്ളൂ എന്ന ഒരു മുന്നറിയിപ്പായിരുന്നു ആദ്യം ലഭിച്ചത്. പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായി 4 ദിവസത്തേക്ക് കുടിവെള്ളം കിട്ടാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പ്രായമായവർ അധികം 6 കിലോമീറ്റർ മാറി കുടിവെള്ളം ബോർവെല്ലിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടി മാറി സഞ്ചരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് ഈ ദുരിതത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. എന്തായാലും അല്പസമയത്തിനകം ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഈ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരത്തിൽ കുടിവെള്ളമില്ല, നഗരവാസികൾ ദുരിതത്തിലാണ്. ഇന്നിപ്പോൾ നാളെ നമുക്കറിയാം എഞ്ചിനീയറിംഗ് കോളേജുകളിലും മറ്റും ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ നഗരം വിട്ടുപോലും പുറത്തു നിന്നുള്ള ആളുകൾ പോലും നഗരത്തിൽ വന്ന് പല സ്ഥലങ്ങളിൽ താമസിക്കുന്നു, ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. മറ്റൊരു വാർത്ത എന്നുള്ളത് ADGP സർക്കാരുണ്ടാക്കിയ ഒരു പ്രതിസന്ധിയാണ്. അത് RSS കൂടിക്കാഴ്ചയിൽ CPM-നെ കൂട്ടിക്കെട്ടേണ്ടെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം. ഇന്ന് സർക്കാർ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല, BJP-യുമായി ബന്ധമുണ്ടാക്കിയത് UDF ആണെന്നും MV ഗോവിന്ദൻ ഇന്ന് വിമർശിച്ചു. അല്ല, വിവാദം ഞങ്ങളുണ്ടാക്കുന്നില്ലേ? അത് ഞങ്ങൾക്കെന്തല്ലേ, ഞങ്ങൾ ആ ഒരു വിവാദത്തിനുമില്ല. ADGP-യോ അല്ലെങ്കിൽ ആരെങ്കിലുമോ വേറെ ഏതെങ്കിലും ഒരാളെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമല്ല. അതിൻ്റെ അകത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്ന ഒരു കാര്യം, തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് BJP-യുമായിട്ടുള്ള ലിങ്ക് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ ADGP-യെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് RS-നെ കാണാൻ പോയത് എന്ന് പറയുന്നതിനാണ് ഞാൻ പറഞ്ഞത് അസംബന്ധം.
അതാ കാര്യം. അന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കാര്യം. ആരെ കാണാൻ പോകുന്നു ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ CPM-നുമായി അതിനെ കൂട്ടിക്കാട്ടണ്ട. CPM-ന് എന്താ നിലപാട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. BJP-യോട് എന്ത് സമീപനമാണ് എന്നറിയാത്ത ഒരൊറ്റ ആൾ ഈ കേരളത്തിലില്ല. ഞങ്ങളുടെ നൂറുകണക്കിന് സഖാക്കളെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ RSS. കണ്ണൂർ ജില്ല അത് ദത്തെടുത്തതാണ് മുമ്പ് ഇല്ലാതാക്കാൻ CPM-നെ. എന്നിട്ട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത്. ഇപ്പോഴും എന്നിട്ട് BJP-യുമായിട്ട് ലിങ്കുണ്ടാക്കിയതാരാ? UDF ആണ്. UDF-ന്റെ 86,000 വോട്ടാണ് തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ BJP-ക്ക് അനുകൂലമായിട്ട് നൽകിയത്. 86,000 വോട്ട്. എന്നിട്ടാണ് 74,000 വോട്ടിന് ജയിക്കുന്നത്. എന്നിട്ട് ആട്ടിനെ പട്ടിയാക്കുന്ന തിയറിയാണ് അവതരിപ്പിക്കുന്നത്. ഇതൊന്നും രാജ്യത്ത് ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയാനാവും. അപ്പോൾ 74,000 വോട്ടിന് BJP ജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 86,000 വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു. എന്തേ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത്? കോൺഗ്രസ് അന്വേഷണം തീരുമാനത്തില്ലോ. പരാജയത്തെ സംബന്ധിച്ച് 3ാം സ്ഥാനത്ത് പോയല്ലോ. 3ാം സ്ഥാനത്ത് പോയപ്പോൾ എന്തേ പിന്നെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഗൗരവപൂർവ്വം അതെന്താ നിങ്ങൾ ചോദിക്കാത്തത്? VD സതീശനോട് ചോദിക്കുക പോയിട്ട്. എന്നിട്ട് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്താ നിങ്ങൾ കണ്ടെത്തിയെന്ന് ചോദിക്കും. ആ കണ്ടെത്തിയതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും BJP-യെ ജയിപ്പിച്ചത് കോൺഗ്രസ്സാണ്. പണ്ട് നിയമത്തിൽ ജയിപ്പിച്ചതും കോൺഗ്രസ്സാണ്. 2 സ്ഥലത്തും അക്കൗണ്ട് തുടങ്ങിയത്, ഒന്ന് അസംബ്ലിയിലാണ്, മറ്റൊന്ന് പാർലമെൻറ്റിലാണ്. 2ഉം അക്കൗണ്ട് തുടങ്ങിയത് കോൺഗ്രസിൻ്റെ കെയർ ഓഫിലാണ്. ഞങ്ങൾക്ക് അത് നിങ്ങൾ CPM-നെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ അത് തൃപ്തിയോടുകൂടിയാണ്. ഞാനിപ്പോൾ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോ എന്ന്. ഇതിന് വെറുതെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും അർത്ഥം കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടതിൽ CPM-ന് ഒരു പ്രശ്നമില്ലേ? അല്ല, ഞാൻ ഇപ്പോൾ ആരെയാ കണ്ടുകൂടാത്? ഇനി അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. CPM-നെ കൂട്ടിക്കെട്ടണ്ട. ഒരു ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയണ്ട. അതാണ് ഞാൻ അന്നും പറഞ്ഞത്. ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാർത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ വാർത്തക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പണിക്ക് നമ്മളില്ല കേട്ടോ. MLA ഒരു പ്രത്യേക നമ്പർ പരാതി ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയത്. അതിലെന്താണ്? ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? അതിലെന്താ കുഴപ്പം? ആരെങ്കിലും പരാതി, ഞാനൊരു നമ്പർ ഇട്ടിട്ട് പറയുകയാണ്, ഇത് ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചോ, ഞാൻ അത് പരിശോധിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്നതിൽ ഇപ്പം എന്താ കുഴപ്പം? അതേസമയം സേനാംഗങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. തെറ്റ് ചെയ്തവരോട് സർക്കാർ കോംപ്രമൈസ് ചെയ്യില്ല, മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് പോകും. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ കണ്ടെത്തിയാൽ ഒരു തരത്തിലും അവരെ കോംപ്രമൈസ് ചെയ്ത് നിർത്തില്ല. ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കും. ഇതാണ് സർക്കാരിൻ്റെ സമീപനം. ഇത് മുഖ്യമന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ്. പൊതുവെ കേരളത്തിലെ പോലീസിന് നല്ല അംഗീകാരത്തോടുകൂടി ക്രമസമാധാനം ഇവിടെ ഭദ്രമാണ്. വർഗീയ കലാപങ്ങൾ ഇവിടെ ഇല്ല. വർഗീയ കലാപങ്ങളുടെ ലാഞ്ചന പോലും ഉണ്ടാവാത്ത നിലയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഉടനെ ചാടി വീണത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസിലുണ്ട്. RSS CPM ഡീൽ 100% ഉറപ്പാക്കിയ ശേഷമാണ് ADGP-യുടെ കൂടിക്കാഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതുമായി പോയി. ഇതുതന്നെയാണ് കൊടകര കുഴൽപ്പണ കേസിലും നടന്നതെന്ന് സതീശൻ പറഞ്ഞു. ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്താണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി സന്ദർശിക്കാനുള്ള കാരണം? ഒരു കാരണമില്ല. വേറൊരു കാരണമില്ല. രാഷ്ട്രീയ ദൂതുമായിട്ടാണ് പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടുകൂടി കേരളത്തിലെ CPM-ന്റെയും BJP-യുടെയും യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. അവർ പരിഹാസ്യരായിട്ട് നിൽക്കുകയാണ്. ഇവർ പറയുന്ന മതേതരത്വം, CPM പറയുന്ന മതേതരത്വത്തിന് ഒരു കാര്യമില്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന കാര്യത്തിൽ പുനർചിന്തനം വേണം എന്നാവശ്യപ്പെട്ട ആളാണ് ഈ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല. മൈനോറിറ്റി റൈറ്റ്സ് പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. ആ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ദൂതനായിട്ട് ഈ DGP-യെ അവിടെ വിട്ടത്. ഇത് തന്നെയാണ് സുരേന്ദ്രന്റെ കുഴൽപ്പണ ഇടപാടിലും ചെയ്തത്. സുരേന്ദ്രൻ പ്രതിയല്ല, സുരേന്ദ്രൻ രക്ഷപ്പെടുത്തി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുറഞ്ചൊറിഞ്ഞു കൊടുക്കുന്ന പരസ്പര സഹായ സഹകരണ സംഘമാണിവർ. ജനങ്ങളെ കബളിപ്പിക്കുക. ജനങ്ങളുടെ മുമ്പിലാണ് ഇവർ പരിഹാസ്യരായിട്ട് ഇവിടെ നിൽക്കുന്നത്.
ADGP സ്വകാര്യമായി RSS നേതാക്കളെ കണ്ടത് ഗൗരവതരമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. LDFും BJPയും ജനങ്ങളെ പറ്റിക്കുകയാണെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എല്ലാവരെയും എല്ലാ കാലത്തും ഒരുപോലെ പറ്റിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരെ ലോ ആൻഡ് ഓർഡർ ADGP പോയി ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ലല്ലോ. അവരെ കാർ കയറി പോയി സ്വകാര്യമായിട്ട് കണ്ടു എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു മറുപടി കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ട്. ഒരു സംശയവും ആ കാര്യത്തില്ല. കാരണം ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേട്ടുകേൾവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത് അതാണ് നല്ലത്. എല്ലാവരെയും ഒരേ സമയം പറ്റിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷ പ്രശ്നങ്ങളിലും ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളുടെ പ്രശ്നങ്ങളിലും ഒക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തകൾ എല്ലാവരെയും വഞ്ചിച്ച് എല്ലാവരെയും പറ്റിച്ച് ഇടതുമുന്നണിയും അതേപോലെ തന്നെ BJPയും ഒരുപോലെ പോകുന്നു എന്നുള്ളതാണ് മതേതര സമൂഹത്തിന് ഞെട്ടലുണ്ടാക്കുന്ന വിഷയമാണ്. RSS നേതാക്കളെ കണ്ട ADGP രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ടെന്ന് K. സുധാകരൻ. K. സുരേന്ദ്രൻ പരസ്യമായിട്ടാണോ ADGP രാഹുൽ ഗാന്ധിയെയും കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടതെന്നും CPMന്റെ എന്ത് സന്ദേശം നൽകാനാണ് ADGP RSS നേതാക്കളെ കണ്ടതെന്ന് സതീശൻ വിശദീകരിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രണ്ടു ശരീരമെങ്കിലും പിണറായിയും സതീശനും ഒരു മനസ്സാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. VD സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ്. പിണറായി വിജയന്റെ B ടീമാണ്. പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് VD സതീശൻ. VD സതീശനും പിണറായി വിജയനും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ്. ADGP 2023 കണ്ടത്. നിങ്ങൾ പറയുന്നത് അതല്ലേ? ഞാൻ ചോദിക്കുന്നത് ADGP 2024 ഏപ്രിലാണോ RSS നേതാവിനെ കണ്ടത്? നിങ്ങൾ അതിനാദ്യം ഉത്തരം പറയും. ഇത്രയും ദിവസം നമ്മൾ ആഘോഷിച്ചത് എന്താണ്? പൂരം കലക്കാൻ ADGPയും RSS നേതാവും തമ്മിൽ ചർച്ച നടത്തിയെന്നല്ലേ? 2023 2024 ADGP RSSനെ കണ്ടത്? ഈ ADGPക്ക് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും കോൺഗ്രസിലെ എല്ലാ നേതാക്കളുമായിട്ടും അടുത്ത ബന്ധമാണ്. നിങ്ങൾ എന്താണ് അത് ചർച്ച ചെയ്യാത്തത്? ഈ ADGP രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ട്. ഈ ADGP കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിട്ടുണ്ട്. ഈ ADGP VD സതീശന്റെ വളരെ അടുത്ത ആളാണ്. എന്താ നിങ്ങൾ അത് ചർച്ച ചെയ്യാത്തത്? അതപ്പോ ഒരാൾ ADGP ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് പൂരം കലക്കാനാണ് എന്ന് പറയാൻ എന്ത് വിഡ്ഢിത്തമാണ് സതീശൻ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ADGP MR അജിത് കുമാറിനെതിരായ നടപടിയുടെ കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി DGPയെ കണ്ടതോടെ നടപടി ഉടനെന്ന സൂചനകൾ വന്നുവെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. RSS നേതാക്കളുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയിൽ CPIക്ക് അടുത്ത അതൃപ്തിയുണ്ട്. വിഷയത്തിൽ CPMനുള്ളിലും അതൃപ്തി പുകയുന്നുണ്ട്. പ്രതിപക്ഷവും നിലപാട് കടുപ്പിക്കുന്നതിനാൽ സർക്കാർ പ്രതിരോധത്തിലാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഭരണപക്ഷി MLA ആയ PV അൻവർ തുടക്കമിട്ട വിവാദങ്ങളാണ് പിന്നീട് പ്രതിപക്ഷ നേതാവ് ഏറ്റുപിടിച്ചത്. RSS ജനറൽ സെക്രട്ടറിയുമായി അദ്ദേഹം രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു വിമർശനം. ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ച നടത്തിയതെന്നുകൂടി പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായർ ഉൾപ്പെടെയുള്ള മറ്റ് സഹപ്രതികളെയും ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കറിന് വഴി പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ കൃത്യമായി ബംഗളൂരുവിലേക്ക് സുരക്ഷിതമായി എത്തുന്നതിനുള്ള റൂട്ട് പറഞ്ഞു കൊടുത്തത് ക്രമസമാധാന ചുമതലയുള്ള നിലവിലെ ADGP MR അജിത് കുമാർ ആയിരുന്നുവെന്ന വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുമായി നിർണായകമായ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതായാണ് വിവരം. എന്തായാലും MR അജിത് കുമാറിനെതിരായ വിമർശനങ്ങളും ആരോപണങ്ങളും ഒരു വശത്ത് ചൂടുപിടിക്കുമ്പോൾ ഇനിയങ്ങ് മൗനം തുടരാൻ ആവാത്ത സ്ഥിതിയിലാണ് ആഭ്യന്തര വകുപ്പ്. സ്വാഭാവികമായി
മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എം.ആർ. അജിത് കുമാറിനെതിരെ തിടുക്കത്തിൽ ഒരു നടപടിയെടുക്കാൻ വൈകിയതെന്ത് എന്ന വിമർശനം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വിവിധ കക്ഷികൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ആ പശ്ചാത്തലത്തിലായിരുന്നു നിർണായകമായ കൂടിക്കാഴ്ച. സ്വാഭാവികമായി അതിനിടയിലാണ് 4 ദിവസം എം.ആർ. അജിത് കുമാർ അവധിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിന് കാരണം വ്യക്തിപരമാണ് എന്ന് പറയുമ്പോഴും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളുമായി അതിന് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണവുമായി പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചു. തൃശൂർ പൂര ദിവസം കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ ADGP തൃശൂരിലുണ്ടായിട്ടും ഒരു ഫോൺ കോൾ ചെയ്തു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിശ്വാസം, ആചാരം എന്നിവ പഠിപ്പിക്കുന്ന BJP ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ്. പൂരം കലക്കി പിണറായി വിജയൻ എന്ന് ആവർത്തിച്ച് വിളിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു. കാര്യമായിട്ട് പറഞ്ഞത് ഗവൺമെന്റും പാർട്ടിയും എല്ലാം പ്രതിരോധത്തിൽ ആയി പറഞ്ഞത് ഈ കമ്മീഷണറാണ് കുഴപ്പമുണ്ടാക്കിയത്. കമ്മീഷണർ അഴിഞ്ഞാടി. ഇവിടെ കമ്മീഷണറെ ഞങ്ങൾ നീക്കിയെന്നാണ് പറഞ്ഞത്. ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ ഈ ADGP തൃശ്ശൂർ പട്ടണത്തിലുണ്ട്. അയാളല്ലേ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥൻ, പോലീസ് ഹൈറാർക്കിയിലെ ഏറ്റവും വലിയ ആള്. ഇത്രയും കുഴപ്പമൊന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോകണ്ടേ? അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് എന്താണോ താൻ ചെയ്യുന്നതെന്ന് കമ്മീഷണറോട് ചോദിക്കണ്ടേ? ചെയ്തില്ല. കാരണം പൂരം കലക്കുക എന്നുള്ളത് CPM-ന്റെയും BJP-യുടെയും പോലീസിന്റെ CPM-ന്റെയും BJP-യുടെയും പ്ലാനായിരുന്നു. അത് പോലീസ് വഴി നടപ്പാക്കി. അതുകൊണ്ടാണ് ഞാൻ BJP-ക്കാരോട് ചോദിച്ചത്, എന്താ വിശ്വാസം, ആചാരം, ഹിന്ദു എന്നൊക്കെ പറയുന്ന ആളുകൾ ഉത്സവം കലക്കാൻ വേണ്ടി കൂട്ടുനിന്നിരിക്കുകയാണ്, ജയിക്കാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെയാണ് ഹിന്ദുക്കളെ കബളിപ്പിക്കുകയല്ലേ ഇവർ? ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ് ഇവർ. ഉത്സവം കലക്കാൻ, പൂരം എന്ന് പറഞ്ഞ ഉത്സവം എത്രയും അമ്പലങ്ങളിലെ ഉത്സവമാണ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ വൈകാരികമായൊരു കാര്യമാണ്. അത് കലക്കാൻ കൂട്ടുന്ന ആളുകളാണ് ഇപ്പൊ പറയാണ് നമ്മളെ ക്ലാസ് എടുക്കുക വിശ്വാസത്തെക്കുറിച്ച്, ആചാരത്തെക്കുറിച്ച്. ഇവരുടെയൊക്കെ അതാണ് ഞാൻ പറയുന്നത്, ഇവരുടെയൊക്കെ തനി നിറം വെളിവായി. തൃശൂരിൽ BJP-ക്കുണ്ടായ വിജയം പൂരം കലക്കി നേടുകയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പൂരം കലക്കുക എന്നാൽ വിശ്വാസികളെ അപമാനിക്കലാണ്. വോട്ട് കിട്ടാൻ അതിനും മടിക്കില്ല എന്നതാണ് തൃശൂരിൽ കണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പൂരം നമുക്കറിയാം, കേരളത്തിന്റെ അഭിമാനമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ അന്തർദേശീയ തലത്തിലുള്ള ഒരു സംഗതിയാണ്. അതൊക്കെ ഇങ്ങനെ ഒരു കലക്കലിന് വിധേയമായി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇവരെല്ലാവരെയും പറ്റിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളും ഇടതുപക്ഷവും BJP-യും എല്ലാവരെയും പറ്റിക്കുകയാണ്. ഇപ്പോൾ മൈനോറിറ്റി പ്രോബ്ലംസിൽ അവർ ചാമ്പ്യന്മാരായി നിൽക്കും. അതുപോലെ തന്നെ വിശ്വാസികളുടെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ അവരുടെ കുത്തകയാണ്, BJP-യുടെ കുത്തകയാണ് എന്ന് പറയും. പൂരം കലക്കുക പറഞ്ഞാൽ അത് വിശ്വാസികളെ അപമാനിക്കലല്ലേ? അപ്പോൾ വിശ്വാസികളെ ആയ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അപമാനിച്ച് നേടിയതാണ്. ആ വോട്ട് കിട്ടാൻ വേണ്ടി അതും ചെയ്യും. പൂരം ഒരു പവിത്രമായ സംഗതിയായിട്ടാണ് കാണുന്നത്. അതും കലക്കാനും മടിയില്ല. അതുപോലെ തന്നെ ഒഫീഷ്യൽ സംവിധാനം ദുരുപയോഗപ്പെടുത്തി ഇങ്ങനെ ഒരു കൃത്രിമ വിജയം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് ബഹുജനം അതിന്റെ നിജസ്ഥിതി അറിഞ്ഞേ പറ്റുള്ളൂ. അതേസമയം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം പൂരം കലക്കി നേടിയതല്ലെന്നായിരുന്നു K. സുരേന്ദ്രന്റെ പ്രതികരണം. പൂരം കലക്കിയാൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും BJP-ക്ക് വോട്ട് ചെയ്യുമോ എന്നും പ്രതിപക്ഷത്തിന് ആശയപാപ്പരത്വമാണ് ഉള്ളതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയത് കൊണ്ടൊന്നുമല്ല. ഒല്ലൂരിലെ ക്രൈസ്തവ കേന്ദ്രങ്ങളിലെല്ലാം സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തത്. ചാവക്കാട്ടും ഗുരുവായൂരിലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ സുരേഷ് ഗോപിക്ക് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടും തൃശ്ശൂരിൽ കിട്ടിയിട്ടുണ്ട്. പൂരം കലക്കിയാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യോ? പൂരം കലക്കിയാൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യോ? എന്ത് പച്ചക്കള്ളമാണ് വി.ഡി. സതീശൻ പറയുന്നത്? ഉദ്ഘാടന ചടങ്ങുകളുടെ മറവിലും ലൈംഗിക ചൂഷണം വ്യാപകമാണെന്ന് വെളിപ്പെടുത്തി രഞ്ജിനി ഹരിദാസ്. മോശം പെരുമാറ്റം തന്നോടും ഉണ്ടായിട്ടുണ്ടെന്നും News 18 Q18-ൽ രഞ്ജിനി പറഞ്ഞു. മോഡലിംഗോ ഇനോഗ്രേഷൻസ് അതൊക്കെ ഐ ഷുഡ് പ്രൗഡ്ലി ടെൽ യു ബിക്കോസ് എന്റെ അടുത്ത് നേരിട്ട് ഇനോഗ്രേഷൻസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. അഗൈൻ ലൈക്ക് ഐ സെഡ്, എനിക്ക് മെസ്സേജസോ പ്രൂഫോ ഇവർ ആരും എഴുതത്തില്ലല്ലോ, ഫോണിലല്ലേ. എന്നെ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ അവർ പറയും ഇനോഗ്രേഷൻസിന് വേണ്ടി വുഡ് യു ലൈക്ക് ടു, എത്ര കാശ് വേണമെങ്കിലും തരാം, കൂടെ ഇതും കൂടെ ചെയ്ത് കൊടുത്താൽ. അപ്പൊ എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കുറെ ആക്ടേഴ്സിന്റെ പേര് പറയും, ഇവരൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഐ വാസ് ലൈക്ക് ലിസൺ ബ്രോ, അവരൊക്കെ ചെയ്തോട്ടെ, അവരെ ഹാപ്പി കൺസെന്റോടെ ആർക്കും എന്തും ചെയ്യാമല്ലോ. നമ്മളുടെ പ്രായപൂർത്തിയായ ആർക്കും കൺസെന്റോടെ ചെയ്യാം. ദാറ്റ് ഇസ് അവർ പേഴ്സണൽ ഫ്രീഡം. അവർക്ക് ആഗ്രഹമുണ്ട് അവർ ചെയ്തോട്ടെ.
ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. ഇതൊന്ന്. ഷോസിന് വേണ്ടി നമ്മൾ പുറത്തു പോകില്ലേ, ഇവന്റ്സിന് വേണ്ടി, അതിപ്പം സിനിമാ മേഖലയിലാവാം. ഞങ്ങളുടെ ചില ആൾക്കാർ ഈ ഷോസ് ഓർഗനൈസ് ചെയ്യുമ്പം, അഗൈൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയാം. ഒരു പ്രാവശ്യം മെനി ഇയേഴ്സ് ബാക്ക് 10 years back നമ്മൾ ഷോന് പോകുമ്പം ഡാൻസേഴ്സ് ഉണ്ടാവും, സിംഗേഴ്സ് ഉണ്ടാവും, ആക്ടേഴ്സ് ഉണ്ടാവും. നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പം അപ്പം അവിടെ പ്രാക്ടീസിന് വരുമ്പം എൻ്റെ അടുത്ത് ഡാൻസർ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി രാത്രി റൂമിൽ വന്ന് മുട്ടുന്നുണ്ട്. ഐ വാസ് ലൈക്ക് ഒരു ഫോൺ വരും. ഐ വാസ് ലൈക്ക് വി ആർ ലിറ്റിൽ സ്കേർഡ്. ഐ വാസ് ലൈക്ക് ഡോണ്ട് ആൻസർ ഇറ്റ്. മുമ്പ് ഓർഗനൈസർ എൻ്റെ അടുത്ത് വന്ന് രഞ്ജനി സ്പോൺസേഴ്സ് വുഡ് ലൈക്ക് ടു മീറ്റ് യു ആൻഡ് ടേക്ക് യു ഔട്ട് ഫോർ ലഞ്ച്, വിച്ച് ഐ തോട്ട് വാസ് ഓക്കെ. എനിക്ക് അങ്ങനെ നമ്മൾ തെറ്റായിട്ടൊന്നും ആലോചിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു സ്പോൺസർ വന്നു, ഞങ്ങൾ സംസാരിച്ചു, അദ്ദേഹം ലഞ്ചിന് കൊണ്ടുപോയിട്ട് ഷോപ്പിംഗ് വല്ലതും ചെയ്യണമെന്ന് ചോദിച്ചു. ഐ വാസ് ലൈക്ക് നോ സോറി ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്ന് പറഞ്ഞ ആ റൂട്ട് വാസ് നോട്ട് റൈറ്റ്. ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ മറ്റു കുട്ടികൾ പിന്നെയാണ് മറ്റു കുട്ടികൾ മുട്ടുന്ന കാര്യം പറയുന്നത്. സോ ഐ ഫീൽ ലൈക്ക് ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്ത ആൾക്കാർ ഇതിന്റെ സ്പോൺസേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഉണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ അങ്ങനെ. മോഡലിംഗിൽ ലൈംഗിക ചൂഷണങ്ങൾ ശക്തമാണെന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു. മോഡലിംഗിലേക്ക് കടന്നു വരുന്ന തുടക്കക്കാരായ ചെറിയ പെൺകുട്ടികൾ പോലും ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്നു. ചൂഷണത്തിനിരയാകുന്നവരിൽ പുരുഷന്മാരും ഏറെയുണ്ടെന്നും രഞ്ജിനി വെളിപ്പെടുത്തി. മോഡലിംഗിലാണല്ലോ ഞാൻ ആദ്യം വന്നത്. മോഡലിംഗിൽ ഈ മോഡൽ കോർഡിനേറ്റേഴ്സ് സെക്ഷുവൽ ഫേവേഴ്സ് ചോദിച്ച് ചെയ്യും. എൻ്റെ അടുത്ത് ഇൻഫാക്ട് ഇത് നമ്മുടെ ഈ ഒരു എക്സ്പോസ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എക്സ് മോഡൽ നൗ ആക്ടർ, അദ്ദേഹത്തിന് ബോളിവുഡിൽ നടന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് ഏതോ ആരുടെയോ മാനേജർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ യുനോ ചെയ്യാൻ ചോദിച്ചു. പക്ഷെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം സംസാരിച്ചാൽ അതിൻ്റെ സിറ്റുവേഷൻ മാറിപ്പോവും. സ്ത്രീകളുടെ ഒരു മൂവ്മെന്റ്, സ്ത്രീകളുടെ എന്ന് പറയുമ്പോൾ എല്ലാവരും അബ്യൂസ് ഇസ് അബ്യൂസ് അല്ലേ. അഡ്ജസ്റ്റ്മെന്റ് ആര് ചെയ്താലും അബ്യൂസ് ആര് ചെയ്താലും അത് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ. മോഡൽ ഇൻഡസ്ട്രിയിൽ അങ്ങനെ നേരിട്ട് അനുഭവം ഉണ്ടോ? എനിക്കില്ല. എനിക്ക് ലൈക്ക് ഐ സെഡ് എനിക്കുണ്ടായ ആകെ ചെറിയ അനുഭവം ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ആഡ് ചെയ്യാൻ വേണ്ടി കണ്ണൂർ അവിടെ ഒരു പോപ്പുലർ ഹോട്ടലുണ്ട്, ബെഡിൻ്റെ ആഡ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഒരു കോർഡിനേറ്റർ വഴിയാണ് പോയത്. സോ ഐ ഗോട്ട് പെയ്ഡ് ഡീസെൻ്റ്ലി വെൽ. രാത്രി ഞാൻ എപ്പോഴും രാത്രിയെ ട്രാവൽ ചെയ്യുള്ളൂ. അപ്പോൾ ആരും അവിടെ ഹോട്ടലിൽ നേരെ ചെക്ക് ഇൻ ചെയ്യും. രാവിലെ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, എൻ്റെ ഡ്രൈവറുണ്ട് എൻ്റെ കൂടെ, ആഷിഖ് എന്ന് പറഞ്ഞു. അപ്പോൾ ആഷിഖും വേറെ ഹോട്ടലിൽ താമസിക്കും, ഞാൻ അവിടെ എത്തും, രാവിലെ റെഡിയാവും. രാവിലെ തൊട്ട് ഉച്ച വൈകുന്നേരം ഒരു ക്ലീൻ ആയിട്ടുള്ള ഷൂട്ട്. ഈ വെഡിങ്ങിൻ്റെ കമ്പനിയുടെ ഓണർ അദ്ദേഹം റൂമിലേക്ക് വന്നു. അപ്പം പേയ്മെൻറ്റുമായിട്ടാണ് വന്നത്. അപ്പം എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം ഉച്ചയ്ക്ക് വൈകുന്നേരം പറയുന്നുണ്ട്, രഞ്ജനി നാളെ പോയാൽ മതി, രഞ്ജനി നാളെ പോയാൽ മതി. എനിക്ക് ആ സിസ്റ്റം ഇല്ല. ലാസ്റ്റ് ഫോർ ദ ഡ്രൂസ് റൂമിൽ വന്നിട്ട് അതെ കോർഡിനേറ്റർ പറഞ്ഞിരുന്നു രഞ്ജനി രാത്രി എൻ്റെ കൂടെ നിന്നിട്ടേ പോകുള്ളൂ. ഭയങ്കര പേടിച്ചിട്ടാണ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞിട്ടില്ല. കോർഡിനേറ്റർ അയാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു, രഞ്ജനി ഹരിദാസിനെ ഞാൻ കൊണ്ടുവരാം, ഈ ആഡിൽ മോഡൽ ചെയ്യിപ്പിക്കും, അതിൻ്റെ കൂടെ ഞാൻ സെറ്റ് ചെയ്ത് തരാം, അന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ. അപ്പോൾ ഈ കാശ് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണെന്ന്. തനിക്ക് നഗ്ന ഫോട്ടോ അയച്ച പ്രമുഖ നടനുണ്ടെന്ന് രഞ്ജിനി ഹരിദാസ്. ചുട്ട മറുപടി കൊടുത്ത് അയാളുടെ നീക്കം അവസാനിപ്പിക്കുകയായിരുന്നു. തെളിവായി ഫോട്ടോ കയ്യില്ലാത്തതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തതെന്നും രഞ്ജിനി പറഞ്ഞു. സിനിമയിൽ പ്രായപൂർത്തിയാകാത്ത കൊച്ചു പെൺകുട്ടികൾ പോലും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നതിന് സാക്ഷിയാണെന്നും രഞ്ജിനി പറഞ്ഞു. ന്യൂസ് 18 Q18 വെളിപ്പെടുത്തൽ. എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്, ഷർട്ടില്ലാത്തൊരു ഫോട്ടോ അയച്ചൊരു നടനുണ്ട്. പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ചാൽ ഇപ്പോൾ ഫോട്ടോ ഇല്ല. അപ്പം ഞാൻ എങ്ങനെ പറയും എന്തിനാ എനിക്ക് ഷർട്ടില്ലാതെ ഫോട്ടോ വയ്ക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താ? എന്നിട്ട് എൻ്റെ അടുത്ത് പറയും സെൻഡ് പിക്ചേഴ്സ്. ഇത് എനിക്ക് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ രഞ്ജിനിക്ക് ആ പേര് പറഞ്ഞൂടെ? ഇല്ലല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ബിക്കോസ് എൻ്റെ പ്രൂഫ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ് ടു ടോക്ക്. ബട്ട് നാളെ നിങ്ങളത് പറയും. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ്. എനിക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചാലേ. പക്ഷെ അത് ഇങ്ങനെ ഫോട്ടോ വയ്ക്കുമ്പോൾ ഐ വിൽ ലൈക്ക് ഡൂഡ് റോങ് വിൻഡോ ഡൂഡ്, മുട്ടിയ വാതിൽ മാറിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ ഷട്ടാണ് ആ സാധനം. ബിക്കോസ് ഇത് നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം വരുന്നതല്ല. ജൂനിയർ ആർട്ടിസ്റ്റുമാർ മാത്രമല്ല നേരിട്ട് ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു പറയേണ്ടതെന്ന് രഞ്ജിനി ഹരിദാസ്. ലൈംഗിക ചൂഷണത്തിനിരയായ പ്രമുഖ നടിമാർ അതേപ്പറ്റി ഒരക്ഷരം പറയാൻ തയ്യാറാകാത്തത് അവരുടെ കരിയർ അവസാനിക്കുമെന്ന ഭയം കൊണ്ടാണെന്നും രഞ്ജിനി തുറന്നടിച്ചു. ഇപ്പം ഏറ്റവും കൂടുതൽ വന്ന് സംസാരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നതാണല്ലോ നമ്മളൊക്കെ വിചാരിക്കുന്നത്. അവരുടെ ട്രോമയല്ല, അവരുടെ ട്രോമ അവർ ഇത്രയും നാൾ സഹിച്ചു, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവർക്ക് ഇങ്ങനത്തെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു ധൈര്യം വന്നു, അവരുടെ കൂടെ നിൽക്കാൻ മീഡിയ ഉണ്ടാവും എന്നൊന്നും അല്ല നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ ആലോചിക്കുന്നത് ആൾക്ക് എന്ത് പോവാൻ, യുനോ
ആൻഡ് ഐ ഫീൽ ദാറ്റ്സ് ഓൾസോ സോ സാഡ്. ഞാനും വിചാരിച്ചു, അതിനെക്കുറിച്ചല്ല, ഞാനും വിചാരിച്ചു എന്തുകൊണ്ടാണ് ഈ അനുഭവമുള്ള കുറച്ച് പോപ്പുലറായ ആൾക്കാർ വന്ന് സംസാരിക്കാത്തത് ഞാനും വിചാരിച്ചിട്ടുണ്ട്. ബിക്കോസ് ആ മോമെന്റിൽ ഈ സാധനം മാറും. ഒരു പക്ഷേ സെൽഫിഷ് ആയതുകൊണ്ടായിരിക്കാം. ഇപ്പൊ രഞ്ജിനി എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ രഞ്ജിനി അത് പറഞ്ഞേനെ, നേരിട്ട് പറഞ്ഞേനെ. എല്ലാവരും അതാ പറയുന്നത്. പക്ഷെ ഈ പ്രധാനപ്പെട്ട ആൾക്കാർ ഇത് പറയുന്നില്ല എങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശരിക്കുള്ള ആക്ച്വൽ ലക്ഷ്യം എന്താണ്, അത് കുറച്ച് കഴിയുമ്പോൾ വഴി മാറിപ്പോകില്ലേ? അങ്ങനെ ഒരു പേടി. ഐ അഗ്രി. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ഒരു മോട്ടീവ് മാക്സിമം ആൾക്കാരെ കൊണ്ട് പറയിക്കുക എന്നതായി മാറി അല്ലേ? അവിടെയാണ് ഇതിന്റെ രീതി മാറിപ്പോകുന്നത്. ബിക്കോസ് ഇപ്പം ഒരു ഭയങ്കര ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റ് ആരെങ്കിലും വിചാരിച്ചോ എക്സ് വന്ന് പറയുന്നു ഇത് ശരിയാണ്, ഞാനും എനിക്കും ഇങ്ങനെ തന്നെ പോകേണ്ടി വന്നു, ഞാനും ഇതൊക്കെ ചെയ്തു വന്നിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് പറയുമ്പം സാധനം നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. മീഡിയയുടെ ഒരു രീതിയാണത് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, യു ആർ ഫ്രം ദി ഇൻഡസ്ട്രി. ഇവിടെ കുറച്ച് സെൻസേഷനലിസവും കുറച്ച് യുനോ അതൊക്കെയാണ് ഇപ്പം ഉള്ളത്. ചീത്തയാണെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് നിങ്ങൾ ഇപ്പം ഈയിടെ ഐ സോ സംതിങ് അങ്ങനെ ഓൺലൈൻ മീഡിയയിൽ മറ്റേ ഗീതാ വിജയൻ എന്ന് പറഞ്ഞൊരു മാം പറഞ്ഞു, മാമിന്റെ കുറച്ച് എക്സ്പീരിയൻസ് പറഞ്ഞു. ആ സമയത്ത് കുറെ സിനിമകൾ ചെയ്തൊരു നടിയാണ് നമ്മൾ ഒരു സമയത്ത് കുറെ സിനിമകൾ കണ്ട ആക്ടേഴ്സ്. പക്ഷെ ഇവരൊന്നും മെയിൻ സ്ട്രീം നായികയിൽ വളരെ സൂപ്പർ ഹിറ്റ് പോപ്പുലർ ആയില്ല എന്നുകൊണ്ട് നമ്മളത് ഡിസ്റിഗാർഡ് ചെയ്യാൻ പാടുമോ? മറ്റു വാർത്തയിലേക്ക്. നടൻ ബാബുരാജിനെതിരായ യുവതിയുടെ പീഡന പരാതിയിൽ അടിമാലി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. പരാതിക്കാരിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ചും കമ്പിലൈനിലെ റിസോർട്ടിൽ വെച്ചും പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി. EP ജയരാജനെതിരെ പരോക്ഷ വിമർശനവുമായി ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. BJP നേതാവിനെ കാണേണ്ടി വരുന്ന അവസ്ഥ തനിക്കാണുണ്ടായതെങ്കിൽ ആദ്യം പാർട്ടി സെക്രട്ടറിയെ അറിയിക്കുമായിരുന്നുവെന്ന് TP പറഞ്ഞു. EP ജയരാജനെതിരെ എടുത്തത് അച്ചടക്ക നടപടിയല്ല, EP കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. സഖാവ് ജയരാജൻ ഇപ്പോഴും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഞങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഖാവാണ്. അദ്ദേഹം ആ ചുമതലയിൽ തുടരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജാവദേക്കർ അങ്ങനെയാണ് ഇങ്ങനെ വീട്ടിൽ വന്ന് കണ്ടെങ്കിൽ അങ്ങ് രഹസ്യമാക്കി വെക്കുമോ, പാർട്ടി അറിയിക്കും, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ? ജാവദേക്കർ എന്ന് മാത്രമല്ല, എന്നെ അങ്ങനെ സാധാരണ നിലയിൽ ആരും കാണാനൊന്നും വരാറില്ല. ചിലപ്പോൾ വന്ന് കണ്ടുകൊണ്ട് ഒരു പ്രയോജനമില്ലാന്നുള്ള കൺവീനറാണ്, അപ്പോൾ വരാനുള്ള സാധ്യത കൂടും. എന്നെ കണ്ടാൽ പിന്നെ ആർക്കും വരാമല്ലോ, ആർക്കും വന്ന് കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതിനൊന്നും നമുക്ക് തടയാനൊന്നും പറ്റില്ല. പറ്റാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് പറയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരാൾ വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു രീതി. ആ രീതി എല്ലാവരും തുറന്നൊന്നുമില്ല, എൻ്റെ രീതി അതാണ്. ആ രീതിക്കനുസരിച്ചുള്ള സമീപനമാണ് ഞാൻ എടുക്കുന്നത്. അത് പറയാത്തതാണ് EP ജയരാജന് പറ്റിയ വീഴ്ച. ഞാൻ പറയും, ജാവദേക്കറെ കണ്ടത് ഒരു പ്രശ്നമായിട്ട് ഇപ്പം പാർട്ടിയുടെ മുമ്പിലില്ല. അത് അന്നത്തെ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതൊരു പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്, ഒരു പ്രവർത്തനങ്ങളുടെ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടി തീരുമാനം അംഗീകരിച്ചിട്ട് തന്നെയാണ് നിലപാടെടുക്കുന്നത്. TP കൊല ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നുവെന്ന് LDF കൺവീനർ പറഞ്ഞു. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് താൻ മാറുന്നതെന്നും എന്നാൽ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ അറസ്റ്റ് ചെയ്തപ്പോൾ സഹായിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും TP ന്യൂസ് 18നോട് പറഞ്ഞു. TP ചന്ദ്രശേഖരൻ്റെ വധം CPM ആസൂത്രണം ചെയ്തൊരു പരിപാടിയല്ലത്. അദ്ദേഹം കൊല ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോഴും കരുതുന്ന ഒരാളാണ് ഞാൻ. അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അന്ന് പാർട്ടീൻ്റെ അഭിപ്രായം അതാണ്. ആ സംഭവം ശരിയായില്ല എന്നാണ് പാർട്ടി അഭിപ്രായം പറഞ്ഞത്. പിന്നെ അതാണ് എൻ്റെ നിലപാട്. അങ്ങനെ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു ബന്ധക്കാര്യത്തിൽ എനിക്ക് ആ പീരീഡിൽ ഈ സ്ഥലം വിട്ടു പോകാൻ പറ്റുമോ? അതേപോലെ ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ഒഴിയണം? അങ്ങനെയില്ലല്ലോ, അങ്ങനെ വന്നിട്ടില്ല. ഞാൻ ചൈനയിൽ പോകണമെന്ന് നേരത്തെ ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ സംഭവം ഉണ്ടായിട്ട് ഒരു 10-12 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. ഞാനന്ന് പോയത് പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെയാണ് അന്തരീക്ഷങ്ങളൊക്കെ മാറിയത്. പിന്നെ ഞങ്ങളെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി, കേസെടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവരെ സഹായിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തി. പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം.
CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ രക്തക്കറ പുരണ്ട സ്ത്രീയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി. തൃശൂർ നഗരത്തിലെ ആശുപത്രികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാടൻ വിജയിയുടെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. തമിഴക വെട്രിക്കഴകം ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കെന്ന് വിജയ് പ്രതികരിച്ചു. എല്ലാവരും സമന്മാർ എന്ന തത്വത്തിൽ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി ഷംന കാസിം, ഐഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ഏറ്റവും നിർണായകമായ ഒരു നീക്കം അത് വിജയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അടുത്ത 2025 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അംഗീകാരം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപരമായ കാര്യം കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എത്രത്തോളം ശക്തമായ പ്രതികരണമാണ് വിജയുടെ ഭാഗത്ത് നിന്ന്? എത്ര ആവേശത്തിലാണ് തമിഴക വെട്ടിക്കഴകം? രഞ്ജിത്ത്, തീർച്ചയായും തമിഴക രാഷ്ട്രീയവും സിനിമയുമായി എപ്പോഴും ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ വിജയ് കൂടി പാർട്ടിക്ക് ഔദ്യോഗികമായി അംഗീകാരം ലഭിക്കുന്നതോടുകൂടി വിജയ് കൂടി എത്തുന്നത്. ഈ കാര്യം വിജയ് തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതും. പുതിയ വെല്ലുവിളികളിലേക്കുള്ള ആദ്യ വാതിൽ തുറന്നിരിക്കുന്നു, എല്ലാവരും സമന്മാരാണെന്ന തത്വത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് വിജയ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. എന്തായാലും ഈ 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന അസംബ്ലി പോളിൽ വിജയ് മത്സരിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു പാർട്ടി വിജയ് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ആണ് ഇപ്പോൾ പാർട്ടിയെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതും. എന്തായാലും DMK സഖ്യത്തിലുള്ള VCK പാർട്ടി നേതാവ് ആശംസകളുമായി എത്തിയിട്ടുണ്ട്. ഇവരുമായി സഖ്യത്തിന് ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ മാസം 23-ന് പാർട്ടി ആദ്യത്തെ സമ്മേളനം നടത്തുമെന്നുകൂടി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത്, എന്തായാലും അടുത്ത 2026 ഫെബ്രുവരിയിൽ വിജയ് മത്സരിക്കാനുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ, ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂർ വീണ്ടും അശാന്തം. അക്രമ സംഭവങ്ങളിൽ 7 പേർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്കേറ്റു. ഇതിനിടെ സംഘർഷം വ്യാപിക്കുന്നതിനിടെ മുഖ്യമന്ത്രി ബൈരേൻ സിംഗ് ഗവർണർ L ആചാര്യയുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹത്തിനിടയിലാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രി രാജിവെക്കില്ലെന്ന് BJP വൃത്തങ്ങൾ വ്യക്തമാക്കി. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ഗവർണറെ ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൂടിക്കാഴ്ച നടന്നതെന്ന് അറിയിച്ചു. മണിപ്പൂരിലെ ജിരിബാമിലാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. ഇന്നലെ രാത്രി ഇംഫാൽ വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. സംഘർഷം തുടരുന്ന പ്രദേശങ്ങളിൽ സൈന്യം നിരീക്ഷണം ശക്തമാക്കി. മണിപ്പൂരിലെ ഒരു ഗ്രാമത്തിലേക്ക് തീവ്രവിഭാഗങ്ങൾ എത്തുകയും വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന വയോധികനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തതോടെയാണ് മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതമായത്. AK ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി തോമസ് കെ തോമസ് MLA. ശശീന്ദ്രൻ പാർട്ടിയുടെ നന്മയല്ല ആഗ്രഹിക്കുന്നത്, മന്ത്രിസ്ഥാനം മാറുന്നത് സംബന്ധിച്ച ധാരണ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും ശശീന്ദ്രനല്ല പാർട്ടിയെന്നും തോമസ് കെ തോമസ് ന്യൂസ് 18 പറഞ്ഞു. നമ്മളിപ്പോ ഔദ്യോഗികമായിട്ട് അറിയിക്കാന്ന് പറയുന്നത് മുഖ്യമന്ത്രിയല്ലേ. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട കാര്യങ്ങൾ പുറത്തുനിന്ന് പറയുന്നത് BC ചാക്കോയും സുപ്രിയ സുലയും പിന്നെ അതുപോലെ ശരത് പവാർജി, ഇവര് 3 പേരും കൂടെ ആണല്ലോ തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണതിന്. അവര് തീരുമാനിച്ചറിയിക്കട്ടെ. ഇത് വ്യക്തിയല്ലല്ലോ പാർട്ടി. പാർട്ടി എന്ന് പറയുന്ന കൂട്ടായിട്ടുള്ള തീരുമാനമല്ലേ. അപ്പൊ അതിന് തീരുമാനം എടുക്കേണ്ട ആൾക്കാർ തീരുമാനം എടുത്ത് അറിയിക്കട്ടെ. അപ്പൊ ഞാനിപ്പോ ആ പോസ്റ്റ് ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇതിലൊന്നും സമ്മതിക്കത്തില്ല. അത് ഒരു സ്വാഭാവികമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ മറ്റു അതിനകത്തൊന്നും എനിക്ക് പറയാനായിട്ടില്ല. നമുക്ക് എന്തൊക്കെയാണ് സത്യം, ഏതൊക്കെ രീതിയിലാണ് മുന്നേ നടന്ന ചർച്ചകളെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോഴും ന്യൂസിനകത്ത് കാണുന്ന ചർച്ച നടന്നിട്ടേ ഇല്ലെന്നുള്ളതാണ്. പിന്നെ അതിനൊക്കെ എന്ത് മറുപടി പറയാം? സ്വയം ഒരു അവജ്ഞയിലേക്ക് പോകാതെ ഇത് രമ്യമായിട്ട് പരിഹരിക്കാന്നുള്ള അതിനകത്തൊക്കെ സത്യം എന്നുള്ള എല്ലാവർക്കും അറിയാം. ചുമ്മാ ഒന്നും പിന്നെ PC ചാക്കോയോ ശരത് പവാറോ ഒന്നും അതിനകത്ത് ഇടപെട്ടിട്ട് ഇങ്ങനൊന്നും പറയത്തില്ല, പറയൂ. അത് രമ്യമായിട്ട് പരിഹരിക്കുക. അത് അർഹതപ്പെട്ട ആൾക്കാർക്ക് അത് നൽകുക എന്നുള്ളതാണ്. അങ്ങനെ മന്ത്രി അല്ലെങ്കിൽ ഒരു MLA സ്ഥാനം രാജിവെക്കും. അപ്പൊ അതിന്റെ പിന്നിൽ എന്നാന്നുള്ളത് ശശീന്ദ്രനാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഞാൻ അങ്ങനെ 2.5 വർഷം കഴിഞ്ഞപ്പോ ഇത് തന്നെ പറയേണ്ടതല്ലേ. മന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഞാൻ MLA സ്ഥാനവും ഇതുവെല്ലാം രാജിവെക്കുമെന്ന് എനിക്ക് വേണം പറയരുത്. പാർട്ടി എന്ന നിലയിൽ NCPയിൽ ഭിന്നതയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ മുന്നണിയുടെ മുന്നിൽ മന്ത്രിമാറ്റത്തെക്കുറിച്ച് പ്രശ്നങ്ങൾ വന്നിട്ടില്ല. വന്നാൽ മുന്നണി നിലപാട് വ്യക്തമാക്കും. മന്ത്രി ആരെന്നത് അതാത് പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. INL തർക്കങ്ങൾ അവർ പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ എടുത്തു വന്നിട്ടുള്ളൊരു നിലപാട്. അങ്ങനെ ആ പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി അവർ നിൽക്കണം. അങ്ങനെ യോജിച്ച് മുമ്പോട്ട് പോകണം.
ഒരിക്കലും 2 INL എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. കേരള കോൺഗ്രസ് 3-4 ഉണ്ട്. അതെ. അപ്പോൾ അത് അങ്ങനെ ഒരു സമീപനത്തിലേക്ക് നമുക്ക് പോകുന്നത് കേരള രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യില്ല. INLനെ യോജിപ്പിച്ച് മുന്നണിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. NCPയിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഭിന്നത വന്നു കഴിഞ്ഞിട്ടില്ല. പാർട്ടി എന്നുള്ള നിലയ്ക്കൊരു ഭിന്നത വന്നു കഴിഞ്ഞിട്ടില്ല. മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങളുണ്ടാകാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ അങ്ങനെ ഒരു മന്ത്രി മാറ്റത്തെക്കുറിച്ചുള്ള പ്രശ്നം ഇതുവരെയും വന്നിട്ടില്ല. വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആലോചിച്ച് ഒരു മന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് അത് പാർട്ടി തന്നെയാണ്. അതത് പാർട്ടി തന്നെയാണ്. ഇപ്പോൾ ഉള്ള നിലവിലുള്ള മന്ത്രിയെ മാറ്റേണ്ട ഒരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ ഇതുവരെ വന്നിട്ടില്ല. അത് വരുമ്പോൾ മുന്നണി അതിൻ്റെ നിലപാട് വ്യക്തമാക്കി പറയുന്നേ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് റെക്കോർഡ് വിവാഹം. 355 വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് റെക്കോർഡ് വിവാഹം. 355 വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ ഇന്ന് നടന്നത്. ക്ഷേത്രത്തിൽ ഇത്രയധികം വിവാഹങ്ങൾ ഒരു ദിവസം നടക്കുന്നത് ആദ്യമായാണ്. ക്ഷേത്രത്തിലെത്തുന്ന വിവാഹ സംഘത്തിനും വധൂവരന്മാർക്കും ടോക്കൺ എടുത്തതിനു ശേഷം വിശ്രമിക്കുന്നതിന് മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിനു സമീപം പ്രത്യേകം നിർമ്മിച്ച പന്തലിൽ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു. ഇവിടെ നിന്ന് ക്രമം അനുസരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ കല്യാണ മണ്ഡപത്തിൽ എത്തിച്ചു. 10 മിനിറ്റിൽ താഴെ മാത്രമേ ഓരോ താലികെട്ടിനും സമയം വേണ്ടി വന്നുള്ളൂ. നിലവിലുള്ള 4 കല്യാണ മണ്ഡപങ്ങൾക്ക് പുറമെ ക്ഷേത്രത്തിനു മുന്നിൽ തെക്കും വടക്കുമായി 2 താൽക്കാലിക മണ്ഡപങ്ങൾ കൂടി സ്ഥാപിച്ചു. ഇതോടെ ഒരേ സമയം 6 മണ്ഡപങ്ങളിൽ വിവാഹം നടത്താൻ സാധിച്ചു. വിവാഹം കഴിഞ്ഞെത്തുന്നവർക്ക് ഒരു ട്രാക്കും ഭക്തർക്ക് മറ്റൊരു ട്രാക്കും ഏർപ്പാടാക്കിയതും കൂടുതൽ സൗകര്യപ്രദമായി. പുലർച്ചെ 4-ന് തന്നെ വിവാഹങ്ങൾ ആരംഭിച്ചു. 6 മണ്ഡപത്തിലും ചടങ്ങുകൾ നടത്താൻ ആചാര്യന്മാരും 2 നാഗസ്വര സംഘവും ഉണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫർ അടക്കം 24 പേർക്കാണ് ഒരു വിവാഹ സംഘത്തിൽ പ്രവേശനം. ദേവസ്വത്തിന്റെയും നഗരസഭയുടെയും പോലീസിന്റെയും ഇടപെടൽ മൂലമാണ് തിരക്കുകൾ ക്രമീകരിച്ച് വിവാഹങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്ന് വധൂവരന്മാർ ന്യൂസ് 18നോട് പറഞ്ഞു. അല്ല, വളരെ പെട്ടെന്ന് കഴിഞ്ഞല്ലോ. അത് അവർ നല്ല രീതിയിലുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഇല്ല ഒന്നുമില്ല. എൻ്റെ പേര് അനന്തു. ഇത് അതില്ല. ദീപസ്തംഭം തൊഴാൻ വരുന്ന ഭക്തർക്ക് പ്രത്യേകിച്ചൊരു ട്രാക്ക് കൊടുത്തിട്ട് അവരെ ഈ നടയിലൂടെ കടത്തിവിടാതെ കൊണ്ട് നടയിലെ തിരക്ക് എല്ലാം നിയന്ത്രണ വിധേയമാണ്. എല്ലാ മണ്ഡപങ്ങളിലേക്കും യഥാസമയം വധൂവരം കടത്തിവിടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എത്ര സമയം പിടിക്കും ഒരു കല്യാണത്തിന്? ഏതാ 5 മിനിറ്റിൽ താഴെയായിട്ടേ പിടിക്കുള്ളൂ. 5 മിനിറ്റിൽ താഴെയായിട്ടേ പിടിക്കുള്ളൂ. ഓട്ടോകളുടെയും മറ്റ് വാഹനങ്ങളുടെയും ഇന്നറിംഗ് റോഡിലെ അനധികൃത പാർക്കിംഗ് നിരോധിച്ചതോടെ ഗതാഗത കുരുക്കും ഒഴിവായി. പഴുതടച്ച വൺവേ സംവിധാനമായതോടെ ഗതാഗത കുരുക്കും ഉണ്ടായില്ല. ന്യൂസ് 18 ഗുരുവായൂർ. കോഴിക്കോട് നിന്നും കാണാതായ ഇടപാടുകാരൻ മാമി ഇടപെട്ട അവസാനത്തെ ഭൂമി ഇടപാട് പരിശോധിക്കണമെന്ന് കുടുംബം. 300 കോടി രൂപയുടേതായിരുന്നു കച്ചവടം. മാമി മരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ഭൂമി ഇടപാട് പൂർത്തിയാവുകയും ചെയ്തു. ഓഗസ്റ്റ് 21-ന് ദുബായിൽ പോയ ശേഷം മടങ്ങിയെത്തിയ മാമി സന്തോഷവാനായിരുന്നില്ല. 28-ന് വീണ്ടും ദുബായിലേക്ക് പോകണമെന്ന് വീട്ടിൽ പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടായില്ലെന്നും കുടുംബം പറയുന്നു. വ്യക്തമായിട്ട് അന്വേഷിച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു ചർച്ചകളൊന്നും ഈ കേസ് അന്വേഷണത്തിന്റെ മേഖലകളിൽ വന്നതായിട്ട് നമുക്ക് തോന്നില്ല. നമ്മൾ കേട്ടതായിട്ട് ഉണ്ടായിരുന്നത് ഒരു IMAയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ബൈപ്പാസിൽ എന്നുള്ളത്. അതിൻ്റെ മുഖ്യമായുള്ള ഇടനിലക്കാരൻ മാമിയായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. അപ്പം അത് മാമി പോയതിനു ശേഷം ആരാണ് ആ ഡീലുകളൊക്കെ നടത്തിയത്, മാമിയുടെ സ്ഥാനത്തേക്ക് ആര് കയറി വന്നു, ശരിക്കും കൃത്യമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാണാതാവുന്നതിൻ്റെ ഒരു 2 വീക്സ് മുമ്പേ അദ്ദേഹം ദുബൈയിൽ പോയിരുന്നു. അപ്പം ആരൊക്കെയായിരുന്നു ദുബൈയിൽ പോയിരുന്നത്, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ആരൊക്കെ മീറ്റ് ചെയ്തു, അവിടെ നിന്നൊക്കെയാണ് സംഭവിച്ചത്. അതിന് തിരിച്ചു വന്നതിന് ശേഷം 28-ാം തീയതി വീണ്ടും ദുബൈയിലേക്ക് തന്നെ പോകാനുള്ളൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2-3 വീക്സിൻ്റെ ഉള്ളിൽ മാമി ബന്ധപ്പെട്ട ആൾക്കാരും പോയ മേഖലകളും അതുപോലെ ഉള്ള അന്വേഷണം ശരിക്കും ആ ലെവലിലൊരു അന്വേഷണം ശരിക്കും നടക്കേണ്ടിയിരുന്നു. ഇതിൽ 300 CR ഡീലായിരുന്നു ആ സംഭവങ്ങൾ. നമുക്കറിയാം, അത് പബ്ലിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അത് മാമിക്കും നല്ല റോൾ ഉണ്ടായിരുന്നു അതിൽ.
അപ്പം നല്ലൊരു എമൗണ്ട് മമ്മിക്ക് അതിൽ നിന്ന് വരാനുണ്ട് എന്നുള്ള രീതിയിൽ മമ്മി ഫാമിലിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഗുണ്ടാനേതാവ് ഓം പ്രകാശിനെ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം തുമ്പ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രിയിൽ ബൈപ്പാസിൽ നടന്ന അപകട സ്ഥലത്ത് ഓം പ്രകാശിനെ കണ്ടപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. കരുതൽ കസ്റ്റഡി മാത്രമാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പുതിയ കേസുകളില്ല. നിലവിലുള്ള കേസിൽ ഓം പ്രകാശ് ജാമ്യത്തിലാണെന്നും പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പണിമുടക്കിനെ തുടർന്ന് കാർഗോ നീക്കത്തിലും വൻ പ്രതിസന്ധി. വിമാനങ്ങളിൽ കയറ്റി അയക്കേണ്ടിയിരുന്ന 20 ടൺ ഭക്ഷ്യവസ്തുക്കൾ കെട്ടിക്കിടക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ വിമാനങ്ങളിൽ കയറ്റി അയക്കേണ്ടിയിരുന്ന ഭക്ഷ്യവസ്തുക്കളാണിത്. എയർ ഇന്ത്യ സാറ്റ്സ് കൈകാര്യം ചെയ്യുന്ന വിമാനങ്ങളിലെ കാർഗോ നീക്കത്തിലാണ് പ്രതിസന്ധി. എയർ ഇന്ത്യ എക്സ്പ്രസ്, മസ്കറ്റ്, അബുദാബി, ഷാർജ, എയർ അറേബ്യ, ഖത്തർ എയർവേസ്, കുവൈറ്റ് വിമാനങ്ങളിലെ കാർഗോ നീക്കമാണ് മുടങ്ങിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്നലെ രാത്രി തുടങ്ങിയ എയർ ഇന്ത്യ സാറ്റ് ജീവനക്കാരുടെ പണിമുടക്ക് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നുവെന്ന് പറയാൻ. ഏതാണ്ട് 20 ടൺ കാർഗോ കയറ്റി അയക്കേണ്ട കാർഗോസ് കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ്. അതുമൂലം വിമാനങ്ങൾ വൈകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ്, മസ്കറ്റ്, അബുദാബി, ഷാർജ, എയർ അറേബ്യ, ഖത്തർ എയർവേസ്, കുവൈറ്റ് വിമാനങ്ങളിലെ കാർഗോ നീക്കമാണ് മുടങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇവ മുടങ്ങിയിരിക്കുന്നുവെന്ന് വേണം പറയാൻ. പുലർച്ചെ എമിറേറ്റ്സ് വിമാനത്തിൽ മാത്രമാണ് കുറച്ചെങ്കിലും കാർഗോ കയറ്റി അയക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും നേതാക്കൾ ഒരുമിച്ചാണ് ഈ പണിമുടക്കിന് നേതൃത്വം നൽകുന്നത്. ഇങ്ങനെയൊരു സമരവുമായി അപ്രതീക്ഷിതമായി കടന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്? 5 മാസത്തോളമായി നടക്കുന്ന ചർച്ചയുണ്ട്. ആ ചർച്ച റീജിയണൽ ലേബർ കമ്മീഷനുടെ സാന്നിധ്യത്തിലാണ്. വേതന പരിഷ്കരണവും ഇപ്പോൾ ലേറ്റസ്റ്റ് ഇമ്മീഡിയറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ബോണസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഒരു ചർച്ച തുടങ്ങി ആ വിഷയത്തിൽ കൺക്ലൂഷൻ എത്താൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ബോണസിന്റെ വിഷയം വന്നു. അപ്പോൾ എയർപോർട്ടിലെ മറ്റു കമ്പനികൾ, ഇവിടെ 11ഓളം കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നു, മറ്റു കമ്പനികൾ ബോണസ് അടക്കമുള്ള വിഷയങ്ങളിൽ സെറ്റിൽമെന്റ് ആക്കാൻ തയ്യാറായി വന്നു. പലതും ഒപ്പുവെച്ച് കഴിഞ്ഞു. ലേബർ കമ്മീഷൻ നടത്തിയ മുഴുവൻ ശ്രമവും ഇവരുടെ മുമ്പിൽ പരാജയപ്പെട്ടു. എയർ ഇന്ത്യ സാറ്റ്സ് നിയമപ്രകാരമുള്ള മിനിമം ബോണസ് ആക്ടിലെ 65 ബോണസ് ആക്ടിലെ മിനിമം, ആ മിനിമം കൊടുക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ടപ്പോൾ ലേബർ കമ്മീഷൻ തന്നെ പറഞ്ഞു, നമുക്ക് വേറെ മാർഗ്ഗമില്ല, തൊഴിലാളിക്ക് കൊടുക്കേണ്ട ആനുകൂല്യം നിങ്ങൾ കൊടുത്തേ വെക്കുള്ളൂ. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ മുമ്പ് കൊടുത്ത നോട്ടീസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലേബർ കമ്മീഷൻ മുമ്പിൽ അവിടെ വെച്ച് തന്നെ നമ്മൾ സമരം ഡിക്ലെയർ ചെയ്ത് കത്ത് കൊടുക്കുകയും അത് 6-ാം തീയതിയാണ്. 7-ാം തീയതി രാത്രി മുതൽ സമരം ചെയ്യുന്നത്. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് സമരം ആരംഭിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം, ഏതെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? കാരണം കാർഗോ നീക്കം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ച മാനേജ്മെന്റ് നേരിട്ട് ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ ചേംബർ ഓഫ് കോമേഴ്സ് പോലുള്ള സ്ഥാപനങ്ങൾ, പൊതുസമൂഹവും വ്യാപാരി സമൂഹവും ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കൾ, ജില്ലാ നേതാക്കൾ ഇന്നലെ രാത്രി മുതൽ അവർ വളരെ സജീവമായി ഒരു ചർച്ച ചെയ്യിപ്പിക്കുന്നതിന് നിൽക്കുകയാണ്. അവരുടെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ റീജിയണൽ ലേബർ കമ്മീഷണറെ വിളിച്ചു. ഇപ്പോൾ ജസ്റ്റ് നൗ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. വന്ന് മാനേജ്മെന്റിന് അവധി ദിവസമാണെങ്കിലും അദ്ദേഹം യഥാർത്ഥത്തിൽ സ്ഥലത്തില്ല. പക്ഷെ അദ്ദേഹം വരികയാണ് കാറിൽ. വന്നിട്ട് മാനേജ്മെന്റുമായിട്ട് അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കാം, യൂണിയൻ തയ്യാറാവണം എന്ന് പറഞ്ഞു. തയ്യാറാവാമെന്ന് പറഞ്ഞു. അത് ചേംബർ ഓഫ് കോമേഴ്സ് ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അതിന് തയ്യാറായത്. അപ്പോൾ അത്തരത്തിലാണ് ഈ തൊഴിലാളി സംഘടനാ നേതാക്കളുടെ പ്രതികരണം. സ്വാഭാവികമായി വലിയ തരത്തിൽ ചരക്ക് നീക്കത്തെ ബാധിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം. അത് ഇവിടെ നിന്ന് കാർഗോ എക്സ്പോർട്ടിനെ, അതായത് പെരിഷബിൾ ആയിട്ടുള്ള അധിക നേരം വെക്കാൻ കഴിയാത്ത കാർഗോസിന്റെ നീക്കത്തെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സമരം ബാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അങ്ങനെ 20 ടൺ കാർഗോ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാത്രം കെട്ടിക്കിടക്കുകയാണ്. ഞാനിവിടെ തിരുവനന്തപുരത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പോർട്ടറാണ്. ഞങ്ങൾ ഇവിടുന്ന് വെജിറ്റബിൾസ് ആണ്, ഫിഷ്, ഇതേപോലെ സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സമരം ഉണ്ടെന്ന കാര്യമോ ഒന്നും ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. സാധനമായി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു സമരമുണ്ട്, ഞങ്ങളുടെ സാധനം പോകില്ല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ 15-ാം തീയതി ഓണമാണ്. ഈ ഓണത്തിന് വേണ്ടിയുള്ള കച്ചവടമാണ് ഞങ്ങൾ മെയിനായിട്ട് ഇപ്പം നോക്കുന്നത്. ഓൾറെഡി ഞങ്ങളുടെ ബയേഴ്സിൻ്റെ ഞങ്ങൾ ഓർഡർ എടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങൾ പല തോട്ടങ്ങളൊന്നും മെറ്റീരിയൽസ് ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അടിയന്തരമായിട്ട് ഇപ്പം പറയുകയാണ് നമ്മുടെ കാറുകൾ ഇവിടുന്ന് പോകില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിവിടെ നിസ്സഹായരായിട്ട് ഇവിടെ നിൽക്കുകയാണ്. പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അടക്കം സഹകരണത്തോടെയാണ് ഇപ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ എയർ ഇന്ത്യ സാറ്റ്സ് പ്രതിനിധികളുമായി അടക്കം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.
US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ അരീന സബലങ്കയ്ക്ക് കിരീടം. വാശിയേറിയ പോരാട്ടത്തിൽ യുഎസിന്റെ ജസീക്ക പെഗുലെ കീഴടക്കിയാണ് ബെലാറൂസ് താരം സബലങ്കെ കിരീടം സ്വന്തമാക്കിയത്. സ്കോർ 5-7, 5-7. 2 സെറ്റിലും പിന്നിലിന് ശേഷമാണ് സബലങ്കെ തിരിച്ചടിച്ചത്. ആർതർ ആഷ് സ്റ്റേഡിയത്തിൽ ആർത്തിരമ്പിയ US ആരാധകരെ സാക്ഷി നിർത്തി ടൈ ബ്രേക്കർ പോരാട്ടത്തിലാണ് ഇരു സെറ്റുകളും പിടിച്ചെടുത്തത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6680, പവന് 53,440. സ്വർണം 18 ക്യാരറ്റ് 5540, പവന് 44,320. വെള്ളി ഗ്രാമിന് 88, കിലോയ്ക്ക് 88,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്താ ബുള്ളറ്റിനുമായി അശ്വതി ചേരും. നമസ്കാരം. US